നമസ്കാരം. ഓഹരി ഇടപാടുകൾ എളുപ്പത്തിൽ പൂർത്തിയാക്കുന്ന ട്രേഡ് പ്ലസ് സീറോ തീർപ്പാക്കൽ പദ്ധതിക്ക് രാജ്യത്ത് തുടക്കമായി കഴിഞ്ഞു. ഇതോടെ ഹ്രസ്വകാല വ്യാപാര സെറ്റിൽമെന്റ് നടപ്പാക്കുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. നിലവിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നടപ്പാക്കിയിട്ടുള്ളതെങ്കിലും വൈകാതെ പൂർണ്ണ തോതിൽ പ്രാവർത്തികമാക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. പദ്ധതിയെക്കുറിച്ച് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ട്രേഡ് എന്നത് വ്യാപാര ദിവസത്തെയും സീറോ എന്നത് തീർപ്പാക്കൽ സെറ്റിൽമെന്റ് ദിവസത്തെയും സൂചിപ്പിക്കുന്നു. ഓഹരികളിൽ നടക്കുന്ന ട്രേഡുകൾ അതേ ദിവസം തന്നെ തീർപ്പാക്കുന്നതാണ് ഈ പദ്ധതി. അതായത് വാങ്ങുന്നയാളുടെ അക്കൗണ്ടിലേക്ക് അന്ന് തന്നെ ഓഹരികൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും വ്യാപാരം നടന്ന അന്ന് തന്നെ ഓഹരി വിറ്റയാളുടെ അക്കൗണ്ടിൽ പണം നിക്ഷേപിക്കുകയും ചെയ്യും. ഇതുവരെ T+1 സെറ്റിൽമെന്റ് രീതിയായിരുന്നു പിന്തുടർന്നിരുന്നത്. അതായത് ട്രേഡുകൾ നടന്നാൽ അടുത്ത ദിവസം തീർപ്പാക്കുന്ന രീതി. പൂർണ്ണമായി നടപ്പാക്കുന്നത് വരെ 2 സെറ്റിൽമെന്റ് രീതികളും നിലനിൽക്കും. പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 25 ഓഹരികളിൽ മാത്രമാകും പുതിയ രീതി ബാധകമാകുക. തെരഞ്ഞെടുത്ത ബ്രോക്കർമാർ വഴി മാത്രമേ ഈ ഇടപാടുകൾ നടത്താനും നിലവിൽ സാധ്യമാകുള്ളൂ. അതുമാത്രമല്ല, ഇതിനായി തിരഞ്ഞെടുത്ത T+0 ഓഹരികളുടെ വ്യാപാര സമയം രാവിലെ 9:15 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ മാത്രമാണ്. ഓഹരി ഇടപാടുകൾ കൂടുതൽ ചലനാത്മകമാക്കാൻ പുതിയ സംവിധാനം സഹായിക്കും എന്നതിൽ സംശയമില്ല. വിൽപ്പന നടക്കുന്ന അന്ന് തന്നെ പണം ലഭിക്കുന്നതിനാൽ പണലഭ്യത കൂടും. ഉടനെ വീണ്ടും ഇടപാട് നടത്താൻ കഴിയുന്നതിലൂടെ വ്യാപാരത്തിന്റെ തോതിൽ കാര്യമായ വർധനവും ഉണ്ടാകും. അതേ ദിവസം തന്നെ പണം ലഭിക്കുന്നതിനാൽ അടുത്ത ദിവസം തന്നെ വീണ്ടും ഓഹരി വാങ്ങാൻ കഴിയുമെന്നതാണ് പ്രത്യേകത. ബ്രോക്കർമാരിൽ ഏറെയും ഓഹരി വിറ്റാൽ 70% വരെ തുക ക്രെഡിറ്റ് എന്നതുപോലെ ഇപ്പോൾ തന്നെ നിക്ഷേപകർക്ക് നൽകുന്നുണ്ട്. അത് ഉപയോഗിച്ച് അടുത്ത ട്രേഡിംഗ് നടത്താവുന്നതേ ഉള്ളൂ. എങ്കിലും സാങ്കേതികമായി പരിഷ്കാരം വിപണി പ്രവർത്തനങ്ങൾ കൂടുതൽ ചലനാത്മകമാക്കും എന്നതിൽ സംശയമില്ല. സർക്കാരിന്റെ നികുതി വരുമാനവും ബ്രോക്കർമാരുടെ ഫീസും വർദ്ധിക്കാൻ പുതിയ രീതി സഹായകമാകും. റീറ്റെയിൽ നിക്ഷേപകർക്ക് ഗുണകരമാകുമെങ്കിലും നിക്ഷേപക സ്ഥാപനങ്ങൾക്ക് പദ്ധതി വെല്ലുവിളിയാകും. പ്രത്യേകിച്ചും വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് വിപണിയിലെ പണലഭ്യതയിലും വ്യാപാര തോതിലും വ്യതിയാനം ഉണ്ടാക്കുമെന്ന ആശങ്കയാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഇടപാട് കൂടുന്നതോടെ വിപണിയിൽ ചാഞ്ചാട്ടം വർദ്ധിക്കുമെന്നും ഇവർ ആശങ്കപ്പെടുന്നു. വ്യാപാരത്തിന് ഒരു ദിവസം മുമ്പെങ്കിലും വിദേശ നിക്ഷേപകർ പണം നൽകേണ്ട സാഹചര്യമുണ്ടാകും. കസ്റ്റോഡിയൻ ബാങ്കുകൾ, ഫോറിൻ എക്സ്ചേഞ്ച് ബാങ്കുകൾ, ബ്രോക്കർമാർ തുടങ്ങിയ ഇടനിലക്കാർ വഴിയാണ് ഇവരുടെ ഇടപാട്. 2023 T+2 നിന്നും T+1 ആയി കുറയ്ക്കാൻ സെബി തീരുമാനിച്ചപ്പോൾ വിദേശത്തെ ഫണ്ട് മാനേജർമാരാണ് ഇതിനെ അന്ന് കാര്യമായി എതിർത്തത്. 2002 വരെ T+5 തീർപ്പാക്കൽ രീതിയായിരുന്നു ഇന്ത്യ പിന്തുടർന്നിരുന്നത്. അതിനുശേഷമാണ് T+3 മാറിയത്. അടുത്ത വർഷം, അതായത് 2003 തന്നെ T+2 ആയി കുറയ്ക്കുകയും ചെയ്തിരുന്നു. 2021 സെബി ഇത് അവതരിപ്പിച്ചിരുന്നെങ്കിലും 2023 മുതലാണ് T+1 തീർപ്പാക്കൽ പദ്ധതി പൂർണ്ണമായും നടപ്പാക്കിയത്. സങ്കീർണവും ചെലവേറിയതുമായതിനാലാണ് പുതിയ തീർപ്പാക്കൽ രീതിയിലേക്ക് മാറാൻ പല രാജ്യങ്ങളും മടിക്കുന്നത്. ആഗോള വിപണികളിലേറെയും T+2 തീർപ്പാക്കൽ പദ്ധതിയാണ് തുടരുന്നത്. മെയ് 28-ന് T+1 മാറാനുള്ള തയ്യാറെടുപ്പിലാണ് US. യൂറോപ്യൻ യൂണിയനും അതിനുള്ള തയ്യാറെടുപ്പിലാണ്. അതേസമയം ചൈന, റഷ്യ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങൾ T+0 തീർപ്പാക്കൽ നേരത്തെ തന്നെ നടപ്പാക്കിയിട്ടുമുണ്ട്. തായ്വാൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സർക്കാർ കടപ്പത്രങ്ങൾ, ETF എന്നിവയ്ക്കെല്ലാം T+0 നയമാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഏഷ്യയിലെ മറ്റ് മിക്ക വിപണികളും ഇപ്പോഴും T+2 രീതിയാണ് പിന്തുടരുന്നത്. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.